നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് വിശാൽ സാറിന് പോലും മനസ്സിലാവാത്തത്? നിന്റെ മനസ്സിൽ എന്താ ഉള്ളത്? നീ അതൊന്ന് തുറന്നു പറഞ്ഞേ. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതാ വിശാൽ സാർ. ഒരു കൈയും കുത്തിവെക്കാനുള്ള സൂചിയും കയ്യിലെടുത്ത് അച്ഛനെ. ആ രൂപ എനിക്ക് വ്യക്തമല്ല. മരുന്നും സൂചിയുമായിട്ട് വന്ന് കുത്തിവെക്കണമെങ്കിൽ അത് വിശാൽ സാർ പറയുന്ന പോലെ ഒരു ഹോം നേഴ്സ് തന്നെ ആയിരിക്കില്ലേ? ഉദയന്നൂരമ്മ മനസ്സിൽ കാണിച്ചു തരുന്നതിന് മുമ്പേ ഗായത്രിയമ്മ പറഞ്ഞു അച്ഛന്റെ ജീവൻ അപകടത്തിലാണെന്ന്. അത് സംഭവിക്കും വിശാൽ സാറേ. ഹോം നേഴ്സ് അച്ഛനെ അപായപ്പെടുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്തിനാ ഹോം നേഴ്സ്? ഞാൻ നോക്കിക്കോളാം അച്ഛനെ. പക്ഷേ പാർവതി, നീ അച്ഛനെ നോക്കുന്നതിൽ അമ്മയ്ക്കും ആന്റിക്കും തീരെ താല്പര്യമില്ല. പാർവതി നോക്കിയാൽ മതിയെന്ന് എനിക്ക് അവരോട് പറയാനും കഴിയില്ല. നിന്റെ പേടി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മനസ്സുകൊണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെയാ. ഞങ്ങളുടെ തീരുമാനത്തിന് ഒരു വിലയില്ലെന്ന് അമ്മയെ ആന്റിയൊക്കെ ചോദിക്കും. അവരോട് ഞാൻ എന്താ പറയുക? എനിക്കറിയില്ല വിശാൽ സർ. ഗായത്രി അമ്മയുടെ കരഞ്ഞ മുഖം എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അച്ഛനെ എന്നെ ഏൽപ്പിച്ചിട്ടാ ഗായത്രി അമ്മ മടങ്ങിയത്. അതിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാ ആ ആത്മാവിന്റെ ശാപം എന്റെ തലയിൽ വന്ന് വീഴും. സംഭവിച്ചു പോയാലെന്നല്ല, അത് സംഭവിക്കും. ഉദയന്നൂരമ്മ എന്റെ മനസ്സിൽ കാണിച്ചു തന്നതെല്ലാം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. നീ ഒന്ന് പേടിക്കാതിരിക്കുക പാർവതി. ഈ വീട്ടിൽ വെച്ച് നടക്കുന്നതല്ലേ നീ കണ്ടത്. നമ്മളൊക്കെ അല്ലേ ഈ വീട്ടില്. ഒന്നും സംഭവിക്കില്ല. എപ്പോഴും കാവല് നിൽക്കാൻ നമുക്ക് കഴിയില്ലല്ലോ വിശാൽ സർ. എന്റെ സേവനം അടുക്കളയിൽ മതിയെന്നാ അപ്പച്ചിയും അമ്മയും ഒക്കെ പറയുന്നത്. അപായപ്പെടുത്താൻ ശ്രമിക്കുമ്പോ ഒച്ച വയ്ക്കാൻ പോലും കഴിയില്ല അച്ഛന്. നമ്മൾ ആരും അതറിയില്ല. എതിർക്കാൻ പോലും കഴിയാത്ത ഒരാളെ തീർക്കാൻ അധികം സമയമൊന്നും വേണ്ട വിശാൽ സർ. പാർവതി, അമ്മയപ്പച്ചയും ധിക്കരിക്കാൻ എനിക്ക് കഴിയില്ല. അവര് പറയുന്നതെല്ലാം അനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ഞാൻ അച്ഛന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന് അവര് പറഞ്ഞു കഴിഞ്ഞു. അത് ധിക്കരിച്ച് ഞാൻ അച്ഛന്റെ മുറിയിൽ ചെന്നോ? അപ്പച്ചി പറഞ്ഞത് വിശാൽ സാറും കേട്ടതല്ലേ? ഞാൻ അച്ഛനെ കൊല്ലാൻ പോയതാണെന്ന്. ഹോം നേഴ്സ് അച്ഛനെ അപായപ്പെടുത്തിയാലും അതും എന്റെ തലയിലാവും വരിക. അതെ, നീ വെറുതെ കാട് കയറി ചിന്തിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാനല്ലേ പറയുന്നത്. സംഭവിക്കാൻ പാടില്ല. വിശാൽ സാറിന്റെ ശ്രദ്ധ എപ്പോഴും അച്ഛന്റെ കൂടെ ഉണ്ടാവണം. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കണ്ട, ഞാനുണ്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.